എത്ര പൈസ ഉണ്ടാക്കിയാലും ഈ വീട്ടിലെ കടങ്ങൾ തീരില്ല. ഒരു മാസം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലും ഒന്നിനൊന്നും തികയുന്നില്ല. ഇങ്ങനെ പോയി ഞാൻ എന്താ ചെയ്യാ? എനിക്ക് വയ്യനി. എന്താ പ്രശ്നം? ഏട്ടൻ എന്തിനാ ദേഷ്യപ്പെട്ടു പോയി? മോളെ, ഈ മാസത്തെ വാടകയും കറണ്ട് ബില്ലും ഒന്നും അടച്ചിട്ടില്ല. വേറെയും കുറേ കടങ്ങൾ ബാക്കിയാണ്. അതൊക്കെ ആലോചിച്ചിട്ട് അവൻ ഭയങ്കര ടെൻഷനില്ല. അമ്മ, ഞാനപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞാണ്. സോറി. അത് സാറില്ല മോനെ, ആ അവസ്ഥയിൽ ആരാണെങ്കിലും അങ്ങനെ സംസാരിച്ചു പോകും. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനോട് പൈസ വെച്ചിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ വാടക തന്നെ കൊടുക്കാം. അയ്യോ മോനെ, കടമൊന്നും മേടിക്കണ്ട. നമ്മുടെ വാടകയും കറണ്ട് ബില്ലും കടങ്ങളൊക്കെ ഫ്രീ അടച്ചു. അവളോ? അതിന് അവൾക്ക് എവിടെ നിന്ന് എത്ര പൈസ? അതൊക്കെ നീ അവളുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചു നോക്ക്. സത്യം പറയും, നിനക്ക് എവിടെ നിന്ന് എത്ര പൈസ? എവിടെന്നെങ്കിലും കടം വാങ്ങിയതാണോ? ഇല്ല ഏട്ടാ, ഞാൻ ആരുടെ കടം വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിൽ ചിലവെല്ലാം കഴിയാൻ നിൽക്കരുത്. കുറച്ച് പൈസയെങ്കിലും ഭാവിക്ക് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും തീർക്കാനും പറ്റും. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെറുതായ രീതിയിലൊക്കെ നിക്ഷേപിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? അല്ല, അപ്പോൾ നമ്മുടെ പൈസ പോയാലോ? അങ്ങനെ പേടിച്ചാൽ പറ്റുമോ? അതിന് പേടിച്ചോണ്ട് ഇപ്പം എന്താണ്ടായി? കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഉണ്ടാവില്ലെന്നോ? എന്നാ നീ പറ, എവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ 21 സെക്ടറിലുള്ള ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികൾ നോക്കി നിക്ഷേപം നടത്തുന്ന രീതിയിൽ ആക്സിസ് മാക്സ് ലൈഫിന്റെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളും ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി ഉള്ളൂ NFO സമയം കഴിയാൻ. പെട്ടെന്ന് നിക്ഷേപിച്ചാൽ പെട്ടെന്ന് നിക്ഷേപം തുടങ്ങും. എന്തതിന്റെ പ്രത്യേകത? മാസം നിക്ഷേപിക്കുന്ന പണത്തിന് 120 ഇരട്ടി ലൈഫ് കവർ കിട്ടും. പിന്നെ ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. NAV 10 രൂപ വരുന്നുള്ളൂ. ക്യാപിറ്റൽ ഗ്യാരണ്ടീസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിക്ഷേപിക്കുന്ന പണം പോകില്ല എന്നുള്ള ഉറപ്പും കിട്ടും. പക്ഷെ ഇതിൽ ലോക്കിംഗ് പീരീഡ് 5 വർഷം ഉണ്ടല്ലോ. എപ്പോഴും കുറച്ചു കാലത്തേക്ക് നിക്ഷേപിക്കുന്നതല്ലേ നല്ലത്. അത് കാര്യമൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ആവശ്യമില്ലാത്ത ഫണ്ട് മാത്രം മാറ്റി വെച്ചാൽ മതി. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളും ബയോയിലുണ്ടെന്നല്ലേ പറഞ്ഞു? അതെ. എന്തായാലും കോൾ ബാക്ക് ചെയ്ത് നോക്കാം. അത് മതി. ഏട്ടന് ബോധ്യപ്പെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതത്രേ ഉള്ളൂ.